ഹലോ എൻ്റെ എല്ലാ ചങ്കൂട്ടുകാർക്കും ഇതൊരു പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട വേടാ ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞിട്ട് 2 മാസം 3-ാമത്തെ മാസമായി. സത്യത്തിൽ എനിക്ക് നിങ്ങളോട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് മാലദ്വീപ്സിലാണ്. ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ ഇരിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പുതിയ വർഷമാണ്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങിയ ചാനലാണ്. 2 മാസം കഴിയുമ്പോൾ നമ്മുടെ ചാനൽ 3 വർഷമായി. സംഭവം വലിയ ഗ്രോത്ത് ഒന്നുമില്ലെങ്കിലും ഇതൊരു പാഷനാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ കഥകൾ അവിടെ നിൽക്കട്ടെ. ഇന്ന് നമ്മൾ തമ്പനിയിൽ കണ്ട മാതിരി മാലദ്വീപ്സിൽ നിന്നുകൊണ്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഇലക്ട്രീഷ്യൻ്റെ വർക്കിന് പോകുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വളരെ വില കുറഞ്ഞ ഒരു ടൂൾസ് ബോക്സ് കിറ്റാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. നല്ല വെൽ പാക്ക്ഡ് ആയിട്ടുള്ള അടിപൊളി ടൂൾസ് ബോക്സ് ആണ്. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആസ് എ ഇലക്ട്രീഷ്യൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് അല്ലെങ്കിൽ എല്ലാ ഉപയോഗത്തിൽ കൊള്ളുന്ന എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. ശരിക്കും റിയലി മിസ് യു ഗൈസ്. കാര്യം എത്ര നാളായിരുന്നു ഒരു വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ മാലദ്വീപ്സിലുള്ള വീഡിയോ തന്നെയാണ് ഇട്ടേക്കണത്. പക്ഷേ എൻ്റെ മുഖം കാണിച്ചിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു 2-3 മാസമെങ്കിലും ആയി കാണും. അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഇലക്ട്രീഷ്യന് വേണ്ടി വരുന്ന എല്ലാ ടൂൾസും ഈ ബോക്സിലുണ്ട്. വളരെ വളരെ തുച്ഛമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് വെർത്താണ്, അധികം പൈസയൊന്നുമില്ല. നമ്മുടെ ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു $65 വരുന്നുണ്ട്. നാട്ടിലെ പൈസ ആണെങ്കിൽ ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഒരു 5500-6000 റേഞ്ചിൽ വരുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെയാണ് കമ്പനി. അപ്പോൾ ഞാൻ ഗ്ലൗസും കൂടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇലക്ട്രിക്കിൻ്റെ വർക്കിന് പോകുന്ന ആൾക്കാർ എപ്പോഴും ഗ്ലൗസ് വെയർ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലൗസ് എടുത്ത് വെച്ചേക്കണത്, നിങ്ങൾക്ക് വേണ്ടി ഒരു എന്താ പറയുക, ഒരു ഓർമ്മ പുതുക്കലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഓൾവേസ് നമുക്ക് ഗ്ലൗസ് വെയർ ചെയ്യാം. ഗ്ലൗസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം കുത്തിപ്പൊളിക്കുന്ന ആൾക്കാരും ചിറ്റിയൊക്കെ കടി കൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു പരിധി വരെ, അതും പറഞ്ഞുകൊണ്ട് മരണടി അടിച്ച് കഴിഞ്ഞാൽ എല്ലാം കുടിഞ്ഞു പോകും. അങ്ങനെയല്ല, ഒരു ചതവ്, പോറൽ, തൊലിപോക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗ്ലൗസ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമുക്ക് അടുത്ത ഗ്ലൗസും കൂടി ഇടാം. ശരിക്കും പറഞ്ഞത് ദുബായിലെ ഗ്ലൗസാണ്. ഞാൻ എന്താ പറയുക, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ ഗ്ലൗസാണ്. അവിടുത്തെ ലോക്കറിൽ ഇവന് ഒറ്റയ്ക്ക് ഇരിക്കണ കണ്ടപ്പോൾ ഇവന് ഒഴിവാക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഇവനെയും കൊണ്ട് പോകുന്നു മാലദ്വീപ്സിലോട്ട്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഇത് തുറക്കണേക്കാളും മുന്നേ. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇതിനകത്ത് എന്ത് തേങ്ങയാണ് ഇരിക്കണേ എന്നുള്ളത്. തേങ്ങയല്ല, ടൂൾസ്. എൻ്റെ ദൈവമേ, ടൂൾസ്. അപ്പോൾ നമുക്ക് നേരെ ടൂൾസ് തുറക്കാം. ഇതാണ്, ഇവിടെയാണ് എൻ്റെ ലോക്കട്ട. ഇങ്ങനെ തുറക്കുക. തുറന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പൊക്കുക. രണ്ട് സെക്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ചെയ്ത ഫസ്റ്റത്തെ ഇതിനകത്തോട്ട് പോകാൻ. കണ്ട, ഇവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കാണാവുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. കണ്ട, എന്തൊക്കെയാണ് നോക്കിയേ. സ്കൂട്ടർ വെയർ സെറ്റാണ്, പല തരത്തിലുള്ള സ്കൂട്ടർ വെയർ. ഇപ്പോൾ നമുക്ക് ഓരോന്ന് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. സ്റ്റാർ സ്കൂട്ടർ വെയർ ഉണ്ട്. ബ്ലാക്ക് ആൻഡ് ഡെക്കറാണ്, ഞാൻ പറഞ്ഞില്ല, ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെയാണ്. നല്ല ബ്രാൻഡാണ്. കണ്ട, നല്ല ബ്രാൻഡാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറയുക, നല്ലതാണ്, നമുക്ക് ഉപയോഗിക്കാം. എനിക്കൊന്നും നല്ല ക്വാളിറ്റിയാണ്. ഇതിലോട്ട് ഉപയോഗിച്ചിട്ടില്ല. കാര്യം കമ്പനി നമുക്ക് ടൂൾസ് തന്നിട്ടുണ്ട്, ഇത് യൂസ് ചെയ്യുമ്പോൾ അറിയാം. മാഗ്നറ്റിക്കാണ്. കണ്ട, അപ്പോൾ നമുക്കൊരു സ്റ്റാർ സ്കൂട്ടർ വരുന്നുണ്ട്, മൈനസ് വരുന്നുണ്ട്, മാഗ്നറ്റിക് ടേപ്പ്. അതുകൂടാണ്ട് കയറിയിരിക്കും ചങ്ങായി. ചെറുതും വലുതായിട്ടുള്ള 2 സ്റ്റാറും മൈനസും. ചെറിയത് കണ്ട, അത് വരുന്നുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. പിന്നെ വരുന്നത് നമുക്ക് അതിൻ്റെ മാഗ്നറ്റിക്കിൻ്റെ വെക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും. ഒന്ന് വാടമുത്ത് കണ്ട, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എല്ലാ ടേപ്പ് സൈസിലെ കിടുതാപ്പ് ഇവിടെ ഉണ്ട്. കണ്ട, ഇങ്ങനെ എടുക്കുക. ഫോർ എക്സാമ്പിൾ പിന്നെ ഒരെണ്ണത്തിന് അങ്ങനെ എടുക്കുക. ഗ്ലൗസ് ഇട്ടുകൊണ്ട് പാടാണ് ഇതെടുക്കാൻ. ഇതിങ്ങനെ വെക്കുക. ടരേ, കണ്ട,
ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം വേണ്ട, എനിക്ക് തോന്നുന്നത് ഹെവി ഡ്യൂട്ടി അല്ല സത്യത്തിൽ, ഇത് ഹെവി ഡ്യൂട്ടി ആയിട്ട് തോന്നില്ല. പക്ഷേ അത്യാവശ്യം വീട്ടിലാവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാം. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വേണ്ടി വരുന്നത് വലിയ 2 സ്റ്റാർ മൈനസ് നമുക്ക് ഡ്യൂട്ടിയിൽ വേണ്ടി വരും. പിന്നെ ലെവൽ വരും, മങ്കി പ്ലെയർ വരും. മങ്കി പ്ലെയർ ഉപയോഗിക്കാണ്ട് തുരുമ്പിച്ചു തോന്നുന്നു, കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഈ സെറ്റ് മൈനസിൻ്റെ ഒരു സെറ്റ്, സ്റ്റാറിൻ്റെ ഒരു സെറ്റ്, അല്ലെങ്കിൽ ടൈപ്പ് ഉണ്ട്, പലതരത്തിലുണ്ട്. നമുക്ക് വെർത്താണ് സത്യം പറയാമല്ലോ, എല്ലാം ഉണ്ട്. ഓരോരോ ടൂൾസ് സെപ്പറേറ്റ് വാങ്ങിക്കണേക്കാളും നല്ലത് നമുക്ക് ഈ സാധനം ഇങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് കേട്ടോ. എത്ര നാളായി ഇതൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചിട്ട്. ഇതേ ലെവലോസ്, സോറി ലെവലോസ് അല്ല, ലെവൽ. ഇതെങ്ങനെ എടുക്കണത്, മുടിഞ്ഞു. സോറി, ഇങ്ങനെ പൊക്കിയെടുക്കണേ. ഇതാണ് എൻ്റെ സെറ്റപ്പ്. കണ്ട ലെവൽ ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൽ വെച്ച് നോക്കണം. ഇപ്പോൾ ഈ മണലിൽ എങ്ങനെ ലെവൽ വെച്ച് നോക്കാൻ നമ്മൾ. ഇതാണ് സാധനം, ഓറഞ്ച്. കട്ടിയൊന്നുമില്ല, പാറ്റക്കട്ടിയുള്ളൂ. ഇനി അടുത്തത് മങ്കി പ്ലെയർ. ഇത് കുറച്ച് ഹെവിയാണ്. പിന്നെ ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഉപയോഗിക്കുമ്പോൾ പറയും, നല്ല ഞെട്ടും ബോട്ടൊക്കെ തുറക്കുമ്പോൾ അറിയാൻ പറ്റും ഈ പണ്ടറത്തിന് ഹെവിയാണ് ഹെവി അല്ലേന്ന്. കണ്ടോ. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഈ സെക്ഷനിൽ വരുന്നത്. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് ഇവിടെയാണുള്ളത്. ഇത് ഈ കവർ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റി കഴിഞ്ഞിട്ട് ഇതിവനെ ഇവിടെ അങ്ങോട്ട് വെക്കും. അത് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന സാധനങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് സാധനം, മെഷർമെൻറ്റ് ടേപ്പ്. കൊള്ളാം, 5 മീറ്ററിൻ്റെയാണ് മെഷർമെൻറ്റ് ടേപ്പ് വരുന്നത്. കൊള്ളാം, എനിക്കിഷ്ടമായി. ഉപയോഗിച്ചില്ലെങ്കിൽ മുത്തേ ഇഷ്ടമായി. അല്ലെങ്കിൽ സെറ്റ് സ്മോളാണ്, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഉപകാരത്തിൽ തന്നെയാണ്. ടാപ്പിൻ്റെയൊക്കെ ഹെഡൊക്കെ അഴിക്കാൻ വേണ്ടി ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിവിടെ വെക്കാം നമുക്ക്. ഇതേ വയർ കട്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് സാധനമാണ്. വയർ കട്ടർ നമുക്ക് സ്ട്രിപ്പറല്ല, വയർ കട്ടറാണ്. സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്ലീവ് കളഞ്ഞ് ഇതും ഉപയോഗിക്കാൻ പറ്റും. സോറിയടാ, ഞാൻ പിടിച്ച സ്ഥലം മാറിപ്പോയല്ലേ. ഓക്കെ, വയർ കട്ടർ ഇതിവിടെ നമുക്ക് വെക്കാം. അത് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് പ്ലയർ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സാധനം. പ്ലയർ വളരെ ചെറിയ പ്ലെയറാണ്, ഒതുക്കമുള്ള പ്ലെയറാണ്. ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. ഒതുക്കമുള്ള പ്ലെയർ അല്ലേ, നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. ഇതിവിടെ ഇരിക്കട്ടെ. അത് വെച്ചു. അത് കഴിഞ്ഞ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദേ ആമർ. എൻ്റെ മോനെ, ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. എന്തേ ഇട്ടേക്കണ, ഗ്ലൂ ഒട്ടിച്ചാണ് വെച്ചേക്കണേന്ന് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. എനിവേ കൊള്ളാം, ഉപയോഗിക്കുമ്പോൾ അറിയാം. ഹെവിയാണ് കേട്ടോ എല്ലാം. കൊള്ളാം. അത് കഴിഞ്ഞത് സ്കെയിലും ഉണ്ട് ഇതിൻ്റെ അടിയിൽ കേട്ടോ. ഇതെന്തിനാണെന്നാവോ, ഇലക്ട്രീഷ്യന്മാർക്ക് മെഷർമെൻറ്റ് എടുക്കാനായിരിക്കും. എന്തെങ്കിലും അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈഫ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് സാധനം നൈഫ്. അതുകൂടാണ്ട് അവർ നമുക്ക് ബ്ലേഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്ലേഡും ഉണ്ട്, നൈഫും ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ വെക്കാം. നൈഫ്, എന്തോരം നൈഫാണെന്ന് നോക്കിയേ. കുറേ നൈഫുണ്ട് കേട്ടോ. കൊള്ളാം. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ സാധനം? വെറുത്തല്ലേ? കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സംഭവം വെറുത്തായിട്ട് തോന്നുന്നില്ലേ? ഓക്കെ, ഇതാണ് ഇതിനകത്ത് വരുന്ന ഫുൾ ഐറ്റംസ് കേട്ടോ ഗൈസ്. ഇതിരിക്കണില്ല, ഇരിക്കണ ഇവിടെ തിരിച്ചാണ്. എങ്ങനെയാണ് ഇരിക്കണ? ഇങ്ങനെയാണോ? ഇരിക്കണില്ല ചങ്ങായി. സ്ലൈഡ് ചെയ്ത് വെക്കണം. മൈ ഗുഡ്നസ്. ഓക്കെ, അപ്പോൾ ഇതാണ് സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ല, ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പ്രത്യേകം പേരെടുത്ത് പറയണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. ആമറുണ്ട്, ഓക്കെ, ആമറുണ്ട്, നൈഫുണ്ട്, നൈഫിൻ്റെ ബ്ലേഡ് ഉണ്ട്, വയർ കട്ടർ ഉണ്ട്, പ്ലെയർ ഉണ്ട്. ഗാഡ്ജറ്റ്. ഇനി എന്തെന്നാ പറയണത് എനിക്കറിയില്ല കറക്റ്റ്. ഗാഡ്ജറ്റ് എന്നോ ഗീഡ്ജറ്റ് എന്നൊക്കെ പറയണത്. ഈ മെക്കാനിക്കൽ ടീമിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിനകത്ത് പലതരത്തിലുള്ള സൈസൊക്കെ ഉണ്ട്. കണ്ടോ, പലതരത്തിലുള്ള സൈസൊക്കെ ഉണ്ട്, നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഇരിക്കട്ടെ. പിന്നെ മെഷർമെൻറ്റ് ടേപ്പ് ഉണ്ട്, അല്ലെങ്കിൽ സെറ്റ് ഉണ്ട്.
ഇനി കവർ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ വരുന്നത് സ്റ്റാർ സ്കൂട്ടർ വെയർ മൈനസ് ചെറുതും വലുതുമായിട്ട് ഇത് നെയിൽസ് ഉണ്ട്, മങ്കി പ്ലെയർ ഉണ്ട്, ലെവലുണ്ട്, ഇത് മാഗ്നറ്റിക്കിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള മൈനസും സ്റ്റാറും എല്ലെങ്കിയൊക്കെ വരുന്ന ഹോൾ സെറ്റ് ഉണ്ട്. ഇതാണ് ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ഫുൾ സെറ്റ്. ഇങ്ങനെ വരും ഈ ഫുൾ സെറ്റിൻ്റെ ലുക്ക് കണ്ട. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക്കിൻ്റെ കിടിലൻ സെറ്റുകൾ. മാഗ്നറ്റിക് അല്ല, ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ടൂൾസ് ബോക്സ്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ കുറേ നാളെ വ്ളോഗ് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലോ അങ്ങോട്ട് പോയി. നിങ്ങൾക്ക് കാണാം എൻ്റെ പുറകിൽ ഇത് പച്ച കളറാണ് നീല കളറാണെന്ന് മനസ്സിലാവാത്ത തരത്തിലുള്ള വെള്ളമാണ് ഈ കാണുന്നത്. കടൽ വെള്ളം വളരെ ബ്യൂട്ടി, ഭയങ്കര വൈബാണ് ഇവിടെ നിൽക്കുക എന്നുള്ളത് കേട്ടോ. നല്ല രസമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകണത് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാലദ്വീപ്സിൻ്റെ കാഴ്ചകൾ. ഞാൻ വരും ദിവസങ്ങളിൽ നല്ല ഭംഗിയിൽ ഈ കടലിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ചെയ്യാം. ഇപ്പോൾ അൺബോക്സിങ് വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ എടുത്ത സ്ഥലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ട നമ്മുടെ നാട്ടിലെ പോലത്തെ അതേ ഫീലിങ്ങില്ലേ, തെങ്ങ്, പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഉപയോഗിക്കുന്ന ആ മരം, അതിൻ്റെ പേര് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഈ മരത്തിൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. കണ്ട നോക്കിയേ, മേളിലോട്ട് നോക്കിയേ, എല്ലാം ഉണ്ട്. അത് പരുത്തിയാണ്, പരുത്തി. പിന്നെ തെങ്ങറിയാത്ത ആരാണുള്ളത്? അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര രസമല്ലേ അവിടെ കാണാൻ. നോക്കിയേ, ഒരു എന്താ പറയുക, നമ്മൊരു ജംഗലിൽ പോയ പോലില്ലേ, കാട്ടിൽ, കാടും ഇതും ബീച്ചും. എൻ്റെ മോനെ എന്താ സാധനം അല്ലേ, ഭയങ്കര ബ്യൂട്ടിയാണ്, ഒന്നും പറയാനില്ല. ലൈഫിൽ ആരൊക്കെങ്കിലും ട്രാവൽ ചെയ്യണത് ഭയങ്കര എക്സ്പെൻസീവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ടിക്കറ്റിന് പൈസ കുറവാണ്, പക്ഷേ ഇവിടെ സ്റ്റേ ചെയ്യലാണ് എക്സ്പെൻസീവ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി എല്ലാവരും ജോലിക്കൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് സ്ഥലവും കാണാം, ജോലിയും ചെയ്യാം, പൈസയും ഉണ്ടാക്കാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നോക്കിയേ, ഇപ്പോൾ നീന്തൽ എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞാനിവിടെ നീന്തലൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കണം, നീന്തൽ പഠിക്കണം. ഇവിടെ നിന്ന് പോണേക്കാളും മുന്നേ നീന്തൽ പഠിക്കണം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ ആവുന്ന അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ്റെ വർക്കിന് പോകുന്ന എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വെർത്ത് ആയിട്ടുള്ള ഒരു ടൂൾസ് ബോക്സാണ്. അപ്പോൾ ക്യാരി ചെയ്യാനും എളുപ്പമാണ്, സുഖമാണ്. ബോക്സിനകത്ത് എല്ലാം ഉണ്ട്. ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സ് സൈഡിലൊക്കെ സൈഡ് ക്യാരിയറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അതുകൊണ്ടേ നടക്കാം. അപ്പോൾ അങ്ങനെയാണ്. ബാഗും വരുന്നുണ്ട്, ടൂൾസ് ബാഗ്സും വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോസ്, ഒരു 2-3 വീഡിയോസും കൂടി നമുക്ക് ഇതുപോലത്തെ ഒരു അൺബോക്സിങ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടുന്ന് കമ്പനിയിൽ നിന്ന് നമുക്ക് ടൂൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒരു അൺബോക്സിങ് വീഡിയോ ഉണ്ട്. അപ്പോൾ അത് വെൽ പ്രിപ്പയർ ആയിട്ട് നമുക്ക് അതും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അൺബോക്സിങ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഏറ്റവും വലിയ നന്ദി എനിക്ക് പറയാനുള്ളത് എൻ്റെ മമ്മീനോടും പപ്പനോടാണ്. സത്യം പറയാമല്ലോ, ഈ നിമിഷത്തിൽ ഞാൻ പറയണം. കാരണം ഞാൻ വീഡിയോ ചെയ്യാണ്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കണമായിരുന്നു. സത്യത്തിൽ മടിയല്ലായിരുന്നു, എന്താ പറയുക, എൻ്റെ ജോലി അങ്ങനത്തെ വർക്കാണ്, ഭയങ്കര ബിസിയാണ്. മീൻസ് ഈ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയൊക്കെ ഇവിടെ ഭയങ്കര ബിസിയാണ്. ഗസ്റ്റൊക്കെ കൂടുതലാണ്, ഒരുപാട് സെറ്റപ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ 3 മാസത്തെ എക്സ്പീരിയൻസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 30 വർഷം നിന്നത്തെ ഒരു ഫീലിംഗ് ആണ്. അത്രയും ബിസിയാണ്, അത്ര വർക്ക് ഉണ്ടായിരുന്നു. ഒരു 4 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ നിന്ന് 5 സ്റ്റാർ പ്രോപ്പർട്ടി പ്ലസ് റിസോർട്ടിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ കുറേ ഉണ്ട്, കഥകൾ കുറേ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. 2-3 മണിക്കൂറിൻ്റെ കഥയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാലദ്വീപ്സിലെ വിശേഷങ്ങൾ അറിയാനും അല്ലെങ്കിൽ റിസോർട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ, ഞാൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. പുതിയതായിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയണതാണ്, ഞാനിപ്പോൾ വർക്ക് ചെയ്യണത് മാലദ്വീപ്സിലാണ്, ഒരു 5 സ്റ്റാർ റിസോർട്ടിലാണ്. 6 സെൻസസ് കനൂറ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ, ഇതൊരു പ്രൈവറ്റിയുടെ ഭാഗമായിട്ട് ഇവർ നമുക്ക് ഐലൻഡിലോട്ടുള്ള അല്ലെങ്കിൽ റിസോർട്ടിൻ്റെ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഓസ്റ്റ് ബീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓസ്റ്റ് ബീച്ച് ഇവിടെയൊക്കെ നമുക്ക് വ്ളോഗ് ചെയ്യാം, പക്ഷേ പ്രൈവറ്റ് ഏരിയയിലോട്ട് മീൻസ് ഗസ്റ്റിൻ്റെ അങ്ങോട്ടൊക്കെ നമുക്ക് അലോഡേ അല്ല. നമ്മൊരു വ്ളോഗൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണിയേ പോവും. അപ്പോൾ പണി കളഞ്ഞിട്ടുള്ള വ്ളോഗില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് വ്ളോഗ് നമുക്കൊരു പാഷനാണ്, ഒരു നേരം പോക്കാണ്. നിങ്ങളിൽ എൻ്റെ ലൈഫ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ നിങ്ങളെ എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഈ ചാനലിലൂടെ എൻ്റെ ലക്ഷ്യം. അപ്പോൾ വ്ളോഗ് ചെയ്ത് പണി കളയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട് പറയാൻ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കാം. പിന്നെ എന്തെങ്കിലും മാലദ്വീപ്സിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അപ്പോൾ ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോഴുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്, വർക്കിനെ സംബന്ധിച്ചിട്ട് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് ചെയ്യാം. അപ്പോൾ 1 by 1 നമുക്ക് ചെയ്യാം. എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരമായി പോകും. അപ്പോൾ നിങ്ങളുടെ സമയം എനിക്ക് കളയാൻ താല്പര്യമില്ല.
ചെറിയ രീതിയിൽ പറഞ്ഞിട്ട് നമുക്ക് എല്ലാം നിർത്താം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ കഴിഞ്ഞിട്ട് 2 മാസമായി, പക്ഷേ നമുക്ക് ഇപ്പോഴാണ് ന്യൂ ഇയർ. ഞാൻ ഈ പുതുവർഷത്തിലുള്ള എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്, അൺബോക്സിംഗ് വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു കിഡിലോസ്കി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മറ്റാരുമില്ല, നിങ്ങളെ സ്വന്തം എന്തെങ്കിലും സൈൻ ഓഫ് ചെയ്യുന്നു. പീസ് ആൻഡ് ബൂം.